അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞങ്ങൾ സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ബീച്ചിൽ പോകാത്. അപ്പോൾ പരിപ്പോടെ ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ട്. ദേ അവിടെ നിന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് കഴിക്കാനായിട്ട്. പിന്നെ 2 ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ നിറച്ചിട്ടുള്ള ഇങ്ങനത്തെ കോട്ട് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. അവർക്കൊരു ധൈര്യത്തിന് നമ്മളുടെ കൈ വിട്ടാലും ജസ്റ്റ് നമുക്കതിലൊന്ന് പേടിക്കാണ്ട് നിൽക്കാമല്ലോ. അങ്ങനെ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തനോട് കൂടിയിട്ട് ദേ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തിരക്കൊന്നുമില്ല. സാധാരണ സമയത്ത് നല്ല തിരക്കുണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് സമ്മറിൽ. തണുപ്പത്തല്ലേ ഇറങ്ങാൻ പറ്റാതിരിക്കുള്ളൂ, ചൂട്ടത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങാമല്ലോ. അങ്ങനെ അപ്പോൾ എന്താ പറയുക, തിരക്കില്ല. അപ്പോൾ അതൊരു സമാധാനം. ഇനിയിപ്പോൾ അടച്ചോന്നൊക്കെ സംശയിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ വാച്ച്മാൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്ര മണി വരെ ഉണ്ട്. ഇപ്പോൾ സമയമല്ല അവർ പറയണത് സൺസെറ്റ് വരെ എന്നാണ്. നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു 5:30 ആയി. ചേട്ടൻ ഓഫീസിൽ വിട്ട് വന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറി അങ്ങനെയൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് വന്നതേ. അപ്പോൾ നോക്കുമ്പോൾ 6:30-6:45 വരെ ഉണ്ടാവുള്ളൂ. അന്നേരം അത് മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ, ഇറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, വെള്ളത്തിൽ കൊണ്ടിട്ട് വേണം പറയാൻ. ഇറങ്ങണ്ടേന്നൊക്കെ നോക്കിയിട്ടാണ്. കുറേ നാളായി വന്നിട്ടേ പിള്ളേർക്ക് ആ ഒരു ടച്ചൊക്കെ പോയി. അങ്ങനെ അപ്പോൾ മോനാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ട് തത്തിക്കളിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ കാണുന്ന പോലെ എല്ലാ കുട്ടികളും പെട്ടെന്ന് ഇണങ്ങും. പ്രത്യേകിച്ച് ഒരു 3 വയസ്സ് അല്ലെങ്കിൽ ഒരു 4.5 വയസ്സ് ഒക്കെ ആവുന്ന കുട്ടികളുണ്ട്. മോൻ കെടുപ്പായി, മോൻ കെടുക്കാൻ പഠിച്ചു, മലർന്ന് കെടുക്കാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വല്ലാണ്ട് ഒഴുക്കില്ലാത്ത സ്ഥലത്തൊക്കെ സുഖമായിട്ട് കിടക്കാൻ പഠിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ആ വെള്ളത്തിനോടുള്ള പേടിയൊക്കെ മാറി കുറച്ചും കൂടിയും എന്താ പറയുക, സ്വിമ്മിങ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണല്ലോ. അപ്പോൾ അത് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് സ്വയം രക്ഷയ്ക്ക് അങ്ങനെയാണല്ലോ കൂടുതലായിട്ട് പറയുമ്പോൾ. അത് പഠിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം. പിന്നെ നല്ല ട്രെയിനറോ അല്ലെങ്കിൽ അച്ഛനോ ചേട്ടനോ അങ്ങനെ ആൾക്കാരൊക്കെ കൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ മോനെ ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോഴേക്കും അവൻ്റെ സെറ്റായി, വെള്ളത്തിനോടുള്ള പേടി മാറി. പിന്നെ ഇങ്ങനെ കിടക്കാൻ പഠിച്ചു ഫസ്റ്റ് സ്റ്റേജ്. ഇനിയിപ്പോൾ നീന്തലും കൂടി സെറ്റാക്കണം. മോൾക്ക് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു പേടിയുണ്ട്, എന്താവോ ഏതാവോ. കുറേ പ്രാവശ്യം കണ്ണൊക്കെ വന്ന് തുടയ്ക്കുന്നുണ്ടായിരുന്നു, വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഉപ്പ് വെള്ളമല്ലേ, പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യിക്കണം. അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് വരാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ വെക്കേഷൻ തീരാറായിട്ടോ. ഇത്ര നാൾ വെക്കേഷൻ എങ്ങനെ തീരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കങ്ങനെ പോകാനോ പോയി നിൽക്കാനോ ഒന്നും ഇവിടെ സ്ഥലങ്ങളൊന്നും ഇല്ല കുട്ടികൾക്കായാലും. അപ്പോൾ ഇങ്ങനെ പിള്ളേരെ പിടിച്ചിരുത്തും അങ്ങനെയൊക്കെ. പക്ഷേ വിചാരിച്ച പോലെ പേടിക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം TV കാണാമെന്ന് പറഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമല്ലേ. അപ്പോൾ TV ഒന്നും കാണിക്കാണ്ട് തന്നെ ഒപ്പിച്ചു. കളിക്കലും കുക്കിങ്ങും ടെൻറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പിച്ചു. ഇപ്പോൾ മോൾക്ക് ഇറങ്ങാൻ തീരെ ഇഷ്ടമില്ല. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടമാവേണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ബീച്ചിൽ പോയിരുന്നു, ഫ്യൂച്ചർ ബീച്ചിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കിട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടുത്തെ തിര പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. തിര വരേണ്ട സമയം തോന്നുന്നു. അപ്പോൾ മോൾ പെട്ടെന്നൊന്ന് പേടിച്ചു. വെള്ളം തുപ്പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തിര അങ്ങനെ കാലും മേടിക്കുമ്പോഴേ. അപ്പോൾ ആ ഒരു പേടി മനസ്സിൽ നിൽക്കണ കാരണം അവിടെ തീരെ സമ്മതിച്ചില്ല. പോണ്ട, എനിക്കിഷ്ടമില്ല അങ്ങനെ പറഞ്ഞുകൊടുക്കുക. അമ്മ അച്ഛൻ കുളിച്ചു, അമ്മേ ചേച്ചി കുളിച്ചു, മോൾ കുളിക്കണം, വേണ്ട, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ എന്താ പറയുക, വലിയ മോള് ചീനൊക്കെ ഈ ഒരു സമയത്ത് നന്നായി ഇറങ്ങിയിരുന്നു. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വലുതായപ്പോഴാണ് അവൾക്ക് പേടിയൊക്കെ വരുന്നത് സത്യം പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങനെ ഇറങ്ങാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം. അപ്പം ഞാനും ഇറങ്ങിയില്ല. അവൾ പറഞ്ഞു നിൽക്കാമോ പൊക്കോ എന്നൊക്കെ. പക്ഷെ നമുക്കൊരു വിഷമം. ഏറ്റവും രസമല്ല, നമ്മൾ അറിയാണ്ടൊന്ന് നിർത്തിപ്പോയി അവൾ ബാക്കിലേക്ക് ഓടുക ചെയ്ത് പേടിച്ചിട്ട്. തിര വന്നുകൊണ്ടിരിക്കുകയല്ലേ, ലൈറ്റായിട്ടാണ് വരുന്നുള്ളൂ കേട്ടോ, അതിനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഞാൻ വരട്ടെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. എന്തായാലും കുട്ടികൾക്കൊരു ചെറിയ മനസ്സിലൊരു പേടിയുണ്ടെങ്കിൽ ഫോണിൽ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല ഞാൻ പോണില്ല അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്ത ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം.
നമ്മുടെ ചാനൽ ഇത് തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാര്യമായിട്ടുള്ള സപ്പോർട്ട് തന്നെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. സമയമാകുമ്പോൾ ഇവരെ വിസിലൊടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കേട്ടോട് കൂടി തന്നെ ഞങ്ങൾ കയറിപ്പോന്നു. തിരിച്ച് പോരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നാളെയും വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ചേട്ടൻ്റെ ചെവിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോന്നു. പിന്നെ പോകുന്ന അറിയില്ല.